Paytm ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ Paytm ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു പുതിയ ഫീച്ചറൊന്നുമല്ല. ഗൂഗിൾ പേയിലേക്ക് വന്നിട്ട് കുറേയായി. ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഭീം ആപ്പിലും അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോംസിലും നമുക്ക് ഈ ഒരു പോക്കറ്റ് മണി ഫീച്ചർ അവൈലബിൾ ആണ്. NPCയുടെ UPI എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ UPI സർക്കിൾ എന്ന് പറയുന്നൊരു ഫീച്ചറാണ് പോക്കറ്റ് മണി എന്ന രീതിയിൽ നമുക്ക് പല പ്ലാറ്റ്ഫോംസിലും കാണുവാനായിട്ട് സാധിക്കുക. ഇതെങ്ങനെയാണ് ഉപകാരപ്രദമായിട്ട് മാറുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പേരൻസിന് ഇപ്പോൾ UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേടിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം വലിയ എമൗണ്ട് അക്കൗണ്ടുകളിൽ അത് നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പേടിയൊക്കെ കാരണം UPI പേയ്മെൻറ്റ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്ത് നൽകുവാനും സാധിക്കും. സോ ടോട്ടൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇനിയിപ്പോൾ അത് കൂടാതെ മറ്റൊരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് അത്യാവശ്യം വലിയൊരു ഫണ്ട് നൽകി ഉപയോഗിക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അവർക്കൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ എമൗണ്ട് അടിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് നിങ്ങൾക്കായിരിക്കും വരുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങളാണ് അവർക്ക് വേണ്ടി ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ ആണെങ്കിൽ അവർ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനും എന്തിനാണ് പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു UPI സർക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് UPI സർക്കിൾ, ഇതെങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത്, ആർക്കൊക്കെ ഉപകാരപ്പെടും, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്താണ് UPI സർക്കിൾ? NPC അവതരിപ്പിച്ച UPIയുടെ പുതിയൊരു ഫീച്ചറാണ് ഈ ഒരു UPI സർക്കിൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ വന്നിട്ട് കുറച്ചായി, അവതരിപ്പിച്ചിട്ടൊക്കെ കുറച്ച്, അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോംസിലും വന്നിട്ടും കുറച്ച് അധികം നാളുകളായി. ഇപ്പോൾ Paytmൽ ഈയിടക്കാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും എൻ്റെ അക്കൗണ്ടിൻ്റെ കൺട്രോൾ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയാണോ, അത് അപകടമല്ല എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ തന്നെയാണ്. ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. അവർ എത്ര രൂപയുടെ പേയ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് അതിൻ്റെ റിക്വസ്റ്റ് വിടുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മർച്ചൻ്റ് QR കോഡ് ആണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ റിക്വസ്റ്റ് നിങ്ങളിലേക്ക് വരികയും അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുമായിരിക്കും. അക്കൗണ്ടിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. അതിൻ്റെ ലിമിറ്റ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യണമോ വേണ്ടയോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ആഡ് ഓൺ കാർഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആ ഒരു ആഡ് ഓൺ കാർഡ് എടുത്ത് നൽകുന്നു. പക്ഷേ പ്രധാന കാർഡ് നിങ്ങളുടേത് തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു UPI സർക്കിളിൻ്റെ കാര്യത്തിലും. പ്രധാന അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലായിരിക്കും. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നു മാത്രം. ഇനി ഒരു UPI സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 കാറ്റഗറി യൂസേഴ്സിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രൈമറി യൂസർ, അതുപോലെ തന്നെ സെക്കൻഡറി യൂസർ. പ്രൈമറി യൂസർ എന്ന് പറയുന്നത് അക്കൗണ്ട് ഹോൾഡർ ആണ്. ആ ഒരു വ്യക്തിക്ക് സെക്കൻഡറി യൂസറിനെ ചേർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്പെൻഡ് ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെർമിഷൻസ് മാറ്റാം. ഇനിയിപ്പോൾ UPI സർക്കിളിൽ നിന്നും ആ ഒരു മെമ്പറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള ഫുൾ കൺട്രോൾ വരുന്നത് ഈ ഒരു പ്രൈമറി യൂസറിൻ്റെ കയ്യിലാണ്. സെക്കൻഡറി യൂസർ എന്ന് പറയുന്നത് UPI പേയ്മെൻറ്റുകൾ അവർക്ക് നടത്താനായിട്ട് സാധിക്കും. സെക്കൻഡറി യൂസറിന് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് വേണം, അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്രൈമറി യൂസറിൻ്റെ UPI സർക്കിളിലേക്ക് സെക്കൻഡറി യൂസറിന് ആഡ് ഓൺ ആകാം. എന്നിട്ട് എമൗണ്ട് എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിക്വസ്റ്റ് പ്രൈമറി യൂസറിലേക്ക് പോവുകയും പ്രൈമറി യൂസറിന് സെക്കൻഡറി യൂസറിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പ്രൈമറി യൂസർ അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻസോ UPI നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യേണ്ടതുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈമറി യൂസറാണ്, നിങ്ങളുടെ ഇപ്പോൾ മോൻ അല്ലെങ്കിൽ മോള് പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഓരോ ഔഷധത്തിനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചോദിച്ചു വാങ്ങുന്നു. അപ്പോൾ പേയ്മെൻറ്റ് ഇങ്ങനെ ഓരോ ഔഷധത്തിനായിട്ട് ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. പകരം നിങ്ങളുടെ കുട്ടിയെ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ലിമിറ്റും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മന്ത്ലി 15,000 രൂപ എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. പിന്നീട് കുട്ടിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡയറക്റ്റ്.
UPI സർക്കിളിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് പെർമിഷൻ മോഡ്സ് ആണുള്ളത്. ഒന്ന്, ഓരോ പേയ്മെൻറ്റിനും അപ്രൂവൽ കൊടുക്കുന്ന മോഡ്. അതായത് ഇപ്പോൾ സെക്കൻഡറി യൂസർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈമറി യൂസറിന് നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് നിങ്ങളത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്രൂവ് ചെയ്ത് നിങ്ങൾ UPI പിന്നും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ സക്സസ് ആവുകയുള്ളൂ. വളരെ സേഫ് ആയിട്ടുള്ളൊരു മോഡാണിത്. കാരണം ഓരോ പേയ്മെൻറ്റിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് സ്പെൻഡിംഗ് ലിമിറ്റ് മോഡ് എന്ന് പറയും. അതായത് നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്യും, എന്നിട്ട് ആ ഒരു ലിമിറ്റ് വരെ സെക്കൻഡറി യൂസറിനെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ സ്പെഷ്യലായിട്ട് അപ്രൂവലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. UPI സർക്കിളിൻ്റെ മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത് 15,000 രൂപ വരെയാണ്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് UPI സർക്കിളിൽ 5,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കുട്ടിക്കായിട്ട് ഒരു 6,000 രൂപയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 6,000 രൂപ വരെ ആ ഒരു മാസം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുകളിൽ വരുന്ന സമയത്ത് പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി പലരുടെയും സംശയമാണ് ഈ ഒരു UPI സർക്കിൾ സേഫ് ആണോ? തീർച്ചയായിട്ടും സേഫ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ UPI പിന്നോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷനോ ഒന്നും സെക്കൻഡറി യൂസറുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഓരോ പേയ്മെൻറ്റിനും അപ്രൂവൽ നൽകുന്ന മെത്തേഡ് ആണെങ്കിൽ വളരെ സുരക്ഷിതമാണ്. കാരണം ഓരോ തവണ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് റിവ്യൂ ചെയ്ത് ആ ഒരു പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. സ്പെൻഡ് ബേസ്ഡ് ലിമിറ്റ് ആണെങ്കിലും സേഫ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടാകും. അതിന് മുകളിൽ എന്തായാലും സെക്കൻഡറി യൂസറിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. UPI പിൻ നമുക്ക് ഒരിക്കലും ഷെയർ ചെയ്യേണ്ടി വരുന്നില്ല. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫുൾ കൺട്രോൾ പ്രൈമറി യൂസറിനാണ്. സ്പെൻഡിങ് ലിമിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. സെക്കൻഡറി യൂസറിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാം. എല്ലാ ട്രാൻസാക്ഷനുകളുടെയും ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ പേയ്മെൻറ്റിൻ്റെയും റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു UPI സർക്കിൾ പ്രയോജനപ്പെടുക? ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണ്. ഒന്നാമത്തേത്, ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്ത് പോയി അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവരുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു UPI സർക്കിൾ ഉപയോഗിക്കാം. പിന്നെ മുതിർന്ന മാതാപിതാക്കൾ, അവർക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു UPI സർക്കിൾ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ ഫാമിലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ്, അതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ അവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയെ ഒരിക്കലും UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതുപോലെ റൂംമേറ്റുകൾ, പരിചയമില്ലാത്ത ആളുകളെയൊന്നും UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ മാത്രം UPI സർക്കിളിലേക്ക് ആഡ് ചെയ്ത് അവർക്ക് അതിനുള്ള പെർമിഷൻ നൽകുക. പേഴ്സണലി ഞാൻ ഈ ഒരു UPI സർക്കിൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും UPI സർക്കിളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യകത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി